ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെറും 5 മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇതിന് പൊടി വാട്ടിയോ കുഴക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് സോഫ്റ്റായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നാടൻ പലഹാരമായ പൂവടയുടെ ഷേപ്പിലാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. പൂവടയൊക്കെ തയ്യാറാക്കാൻ മാവൊക്കെ വാട്ടി നല്ലപോലെ കുഴച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 250 ml കപ്പിന് 1 കപ്പ് അരിപ്പൊടിയാണ്. അപ്പോൾ അരിപ്പൊടി നമ്മൾ എടുക്കുന്നത് വറുത്തതോ വറുക്കാത്തതോ ഏത് അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി വേണം എടുക്കാൻ. ഇപ്പോൾ അതാ 1 കപ്പ് അരിപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കപ്പില്ലെങ്കിൽ ഗ്ലാസിൻ്റെ അളവിനാണെങ്കിലും കുഴപ്പമില്ല. ആ 1 കപ്പ് അരിപ്പൊടിയിലേക്ക് ഞാനിവിടെ 2 കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി എടുക്കുന്നത് 1 കപ്പാണെങ്കിൽ 2 കപ്പ് ചോറ്. ഇനി അര കപ്പാണെങ്കിൽ 1 കപ്പ് ചോറ്. അങ്ങനെ വേണ്ടോ ചേർത്ത് കൊടുക്കാൻ. പൊടി എടുക്കുന്നതിൻ്റെ ഇരട്ടി വേണം നമ്മൾ ചോറ് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു മാവ് തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പോൾ അതാ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ 2-3 തവണയായിട്ടാണ് കേട്ടോ ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതാ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം. ഇത് കുഴച്ചെടുക്കാൻ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ആ ഒരു ചോറിൻ്റെ നനവിൽ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് അടിച്ചെടുക്കുന്ന സമയത്ത് നിർത്തിയിട്ട് വേണം കേട്ടോ അടിച്ചെടുക്കാൻ. ഇപ്പോൾ അതാ ആദ്യത്തെ നമ്മൾ നല്ലപോലെ ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതാ കണ്ടോ, നമ്മുടെ മാവ് നല്ല രീതിക്ക് ആയി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. 2-3 പ്രാവശ്യം നമ്മൾ നിർത്തി ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ അതാ ഞാൻ മുഴുവനായിട്ടും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്ന് കുറച്ച് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു മാവിൻ്റെ അത്ര മതി കേട്ടോ. എന്നിട്ട് കയ്യിൽ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ കയ്യിൽ പരമാവധി ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ഇനി ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരുപാട് വലുപ്പത്തിലും അല്ല, എന്നാൽ ഒരുപാട് വലുപ്പം കുറച്ചും അല്ല കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു മീഡിയം വലുപ്പത്തിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ സൗകര്യം. കയ്യിൽ നമ്മൾ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. നമ്മളിത് വേറെ കുഴച്ചെടുക്കേണ്ടതൊന്നും ആവശ്യമില്ല. അപ്പോൾ 2 ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് അരിപ്പൊടി മാത്രം കേട്ടോ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. ബാക്കി 2 കപ്പ് നമ്മൾ ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തയ്യാറാക്കുമ്പോൾ തന്നെ അത്യാവശ്യം പലഹാരം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാനിവിടെ മുഴുവനായിട്ടും ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഈ ഒരു ബോൾസൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ മാവ്. അതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ നല്ല ഫിനിഷായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചപ്പാത്തിയും പത്തിരിയൊക്കെ നമ്മൾ തയ്യാറാക്കുന്ന ആ ഒരു പ്രസ്സിലാണ് കേട്ടോ ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ആ ഒരു താഴത്തും മുകളിലും ചെറുതായിട്ടൊന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയൊന്ന് ഓയിൽ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് പ്രസ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് ഇതുമെന്ന് എടുക്കാൻ പറ്റും. ഇപ്പോൾ അതാ ഓയിലൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ബോൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. ഒരുപാടായിട്ട് അമർത്തി കൊടുക്കരുത്. അതായത് ഒരുപാട് തിന്നാക്കിയിട്ട് എടുക്കരുത്. നമ്മൾ പൂരിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഉണ്ടാക്കുമല്ലോ, അതേപോലെ വേണം കേട്ടോ കിട്ടാൻ. ഇപ്പോൾ അതാ ഞാനിവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് തിന്നുമല്ല, എന്നാൽ ഒരുപാട് കട്ടിയിലല്ല കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. ഇങ്ങനെ വേണം കേട്ടോ നമുക്ക് കിട്ടാൻ. അപ്പോൾ അതേപോലെ ഞാൻ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതിങ്ങനെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. നമ്മളിതിൽ ഓയിൽ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ടാണല്ലോ ഇതൊന്ന് അമർത്തിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ഇനി നമുക്ക് പലഹാരം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്കൊരു ഫില്ലിങ്സ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങയും പഞ്ചസാരയും മിക്സ് ചെയ്തതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ നമ്മൾ പൂവടയൊക്കെ തയ്യാറാക്കുമ്പോൾ തേങ്ങയും പഞ്ചസാരയും അല്ലെങ്കിൽ ശർക്കരയും തേങ്ങയാണ് മിക്സ് ചെയ്തെടുക്കൽ. അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലൊരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. ഒരുപാട് വെച്ച് കൊടുക്കേണ്ട, കുറച്ച് മാത്രം വെച്ച് കൊടുത്താൽ മതി.
എന്നിട്ട് ഇത് ഒരു സൈഡിൽ നിന്ന് നമ്മൾ സാധാരണ പൂവടയൊക്കെ തയ്യാറാക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഒരുപാട് ഫില്ലിങ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മടക്കുന്ന സമയത്ത് ചിലപ്പോൾ പൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് ഫില്ലിങ്സ് വെച്ചാൽ മതി എന്ന് പറയുന്നത്. ഇത് നമ്മളിങ്ങനെ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ രണ്ട് സൈഡൊന്ന് പ്രസ്സാക്കി കൊടുക്കുക കേട്ടോ. ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ അപ്പോൾ തന്നെ സെറ്റായിട്ട് കിട്ടും. പൂവട നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു ഡിസൈൻ കൊടുക്കുമല്ലോ ഇതിൻ്റെ ആ ഒരു സൈഡ് വശത്തൊക്കെ പ്രസ് ചെയ്തതിൻ്റെ ശേഷം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ കൈകൊണ്ട് ചെയ്തെടുക്കാൻ അറിയാത്തവർക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ള ഒരു ടിപ്പ് പറഞ്ഞു തരാം. ഇതുപോലെ ഒരു ഫോർക്ക് എടുക്കുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയൊരു ഡിസൈനായിട്ട് അവിടെ കിട്ടും. ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു രണ്ട് സൈഡും നല്ല രീതിയിൽ സെറ്റായിട്ട് കിട്ടും ചെയ്യും കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ പൂവട തയ്യാറാക്കുമ്പോൾ നമ്മളിങ്ങനെ കൈകൊണ്ട് ഉണ്ടാക്കാൻ അറിയാത്തവർക്കാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് കാണിച്ചു തന്നത്. അപ്പോൾ ഞാനിവിടെ കൈകൊണ്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഒന്ന് രണ്ടെണ്ണം മാത്രമാണ് ഇതുപോലെ ആക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഇതിൽ നമ്മൾ തേങ്ങയും പഞ്ചസാരയൊക്കെയുള്ള മിക്സാണല്ലോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിൻ്റെ ഫില്ലിങ്സ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൈസി ആയിട്ട് കുറച്ച് മസാലയൊക്കെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഞാൻ ഒന്ന് രണ്ടെണ്ണം മാത്രമാണ് കേട്ടോ ഫോർക്ക് വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുള്ളത്. ബാക്കിയൊക്കെ കൈകൊണ്ടാണ് ഡിസൈൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഓയിൽ നല്ലപോലെ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ചൂടായിട്ട് വേണം കേട്ടോ ഇതിട്ട് കൊടുക്കാൻ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇത് ചെറിയൊരു പാത്രം ആയതുകൊണ്ട് ഞാൻ ഓരോന്നിട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഓയിൽ നല്ലപോലെ ചൂടായിട്ട് നമ്മൾ ഇതിട്ട് കൊടുത്താലും പെട്ടെന്ന് കരിഞ്ഞു പോകുന്നില്ല കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്നാക്ക് ഒട്ടും ഓയിലൊന്നും കുടിക്കൂല. ഇപ്പോൾ കുറച്ചൊക്കെ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഒന്ന് രണ്ട് തവണ തിരിച്ചു മറിച്ചിട്ടിട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോൾ നമുക്കിത് ഓയിലിൽ നിന്നും കോരി മാറ്റാം. ഇനി ഓയിലിൽ ഫ്രൈ ചെയ്തിട്ട് വേണ്ടാന്നുള്ളവർക്ക് വേണമെങ്കിൽ ആവിയിൽ വേവിച്ചിട്ടും ഇത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ പുറം വശം ക്രിസ്പി ഉണ്ടാകും, ഉൾവശമൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. ഇനി നമുക്ക് ഓയിലിൽ നിന്നും ഇത് കോരി മാറ്റാം. ഇനി ഇത് ചൂട് പോയി കഴിയുമ്പോൾ ചെറുതായിട്ടൊന്നും കൂടി ഒന്ന് കളർ ചേഞ്ച് ആവും കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഓയിൽ നല്ലപോലെ ചൂടാണെങ്കിൽ നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ആ ഒരു ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല ചൂടിൽ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് പൊങ്ങി വരിക. പിന്നെ ഒരുപാട് സമയം ഓയിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലപോലെ ഓയിൽ ചൂടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു തവണ തയ്യാറാക്കി നോക്കുക കേട്ടോ. സാധാരണ എല്ലാവരും വെറും അരിപ്പൊടി വാട്ടി കുഴച്ചിട്ടാണ് തയ്യാറാക്കൽ. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചോറ് ചേർത്തിട്ട് നമുക്ക് ഒരുപാട് മെനക്കേടൊന്നും ഇല്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയുള്ള നല്ല ടേസ്റ്റിയുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഒരു തവണ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.